സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ അനുപമ. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ വിവാഹാലോചനയുടെ ബഹളവും. ജോലി കിട്ടിയതിനു ശേഷം മതി വിവാഹം എന്ന വാശിയിലാണ് ഞാൻ. അതിനുവേണ്ടി PSC കോച്ചിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ആദർശും കണ്ടുമുട്ടുന്നത്. കോച്ചിങ് ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു ആദർശ്. വിവാഹം ഉടനെയൊന്നും വേണ്ട എന്ന് വാശി പിടിച്ചിരുന്ന ഞാൻ ആദർശ് സാറിനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ. നല്ല രീതിയിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരുന്നു. മാത്രമല്ല, സാർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരുന്നു. കുട്ടികളോടെല്ലാം ഒരു പ്രത്യേക സ്നേഹമുള്ളവനുമായിരുന്നു ആദർശ് സാർ. ആദർശ് സാർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഒരു പ്രത്യേക ഉണർവ് തന്നെയായിരുന്നു. പെൺകുട്ടികൾക്കെല്ലാം ആദർശിനെ ഒരു നോട്ടമുണ്ടായിരുന്നു. പക്ഷേ ആദർശ് വീണത് എന്റെ മുൻപിലായിരുന്നു. അങ്ങനെ വഴിയരികിൽ വെച്ചും ക്ലാസ്സിലും മരത്തിന്റെ ചുവട്ടിലുമൊക്കെയായി ഞങ്ങൾ ദിവസവും കണ്ടുമുട്ടി. ആദർശ് സാറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഏക മകൻ. നല്ല സാമ്പത്തികവുമുണ്ട്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. രണ്ടുപേരും റിട്ടയർഡ്. പക്ഷേ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സാറിന് ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ട്യൂട്ടോറിയലുകളിൽ പഠിപ്പിച്ച് നടക്കുന്നു. എന്നും രാവിലെയും വൈകിട്ടും രാത്രിയിലുമൊക്കെ സാർ വിളിക്കും. കാണാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ കാണും. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. 1 വർഷം കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ സ്നേഹിച്ച് നടന്നിട്ട് കാര്യമില്ല. വിവാഹം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു ജൂൺ മാസത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. സന്തോഷം നിറഞ്ഞ കല്യാണം. 1-2 വർഷം കഴിഞ്ഞു മതി ഞങ്ങൾക്ക് കുട്ടികളെന്ന് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ആദർശിന് ഒരു ചെറിയ കടയിൽ അക്കൗണ്ടന്റായിട്ട് ജോലി കിട്ടി. സന്തോഷം മാത്രം ഫ്രീ ആകുന്ന സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകും. 1 കൊല്ലമൊക്കെ അങ്ങനെ കടന്നുപോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അടുത്തുള്ള ആദർശിന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ വീട്ടിൽ തനിച്ചായിരുന്നു. പക്ഷേ പാവം മനുഷ്യൻ പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ വിഷമങ്ങൾ കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ വരുന്ന ആളാണ് അദ്ദേഹം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വീട്ടിൽ വരും. വീട്ടിൽ ആദർശ് വേണം എന്നൊന്നുമില്ല. പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു, പിണങ്ങിപ്പോയി. പുള്ളിക്കാരിക്ക് വേറൊരാളെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ പുള്ളിക്കാരിയെ കാണുന്നില്ല. വേറെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി. ഇതെല്ലാം പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കും, പിന്നെ അങ്ങ് വീട്ടിൽ പോകും. ആദ്യമൊക്കെ ആഴ്ചയിൽ 1 ദിവസമായിരുന്നു വരുന്നത്. പിന്നീട് എല്ലാ ദിവസവും വരുന്ന പതിവായി. ഞാനത് ആദർശിനോട് പറഞ്ഞു. അപ്പോൾ ആദർശ് പറഞ്ഞു, അവൻ അങ്ങനത്തെ ആളല്ല, അവനെ പേടിക്കാൻ ഒന്നുമില്ല എന്ന് ആദർശ് പറഞ്ഞു. ഒരു ദിവസം ആദർശ് എന്നെ വിളിച്ചു പറഞ്ഞു വരാൻ കുറച്ച് താമസിക്കുമെന്ന്. ഞാൻ ചായയും കുടിച്ച് ആദർശിനെ നോക്കിയിരുന്നു. സമയം രാത്രി ഒരു 8 മണിയായി. വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. ആദർശ് തന്നെ എന്ന് കരുതി ഞാൻ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ ആദർശ് അല്ല, കൂട്ടുകാരനാണ്. ഈ സമയത്തൊന്നും വരാറുള്ളതല്ലല്ലോ, എന്താ ഈ സമയത്ത്? അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. പതി അകത്തേക്ക് കയറി കസേരയിലിരുന്നു. അവൾക്ക് ആകെ ഒരു പേടി തോന്നി. പക്ഷേ അയാൾ ഇന്ന് വരെ അനാവശ്യമായി ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ആദർശ് ഇവിടെ ഇല്ല, വരുന്നതേ ഉള്ളൂ. നിങ്ങൾ പൊയ്ക്കോ, നാളെ വന്നാൽ മതി. ഒന്നാമത് രാത്രിയാ, ആൾക്കാർ വല്ലതും കണ്ടാ പിന്നെ അത് മതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ, അവള് പെട്ടെന്ന് പറഞ്ഞു. അവൻ പതിയെ എഴുന്നേറ്റു പോകാൻ തുടങ്ങി. പുള്ളി ഇറങ്ങുന്നത് കണ്ട് അവൾ വാതിലടയ്ക്കാൻ അടുത്തേക്ക് ചെന്നതും അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വിടടാ ചെറ്റെ എന്നും പറഞ്ഞ് അവൾ കൈ പിടിക്കാൻ ശ്രമിച്ചു. അവൻ അപ്പോഴേക്കും അവന്റെ കൈകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി. അവൾ കുതറി മാറാൻ നോക്കി, എങ്കിലും നടന്നില്ല. അവൻ അവളുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് അവന്റെ കൈകൾ കൊണ്ട് അവൻ അവളെ ബലമായി അമർത്തി പിടിച്ചു. പതിയെ അവളുടെ ഡ്രസ്സിൽ പിടുത്തമിട്ടു. അങ്ങനെ അവളെ മൊത്തത്തിൽ കീഴ്പ്പെടുത്തി. ദേഹം മൊത്തം പിടിയും വലിയും ഉണ്ടാക്കിയ പാടുകൾ നിറഞ്ഞു നിന്നു. 11 മണിയായപ്പോൾ ആദർശ് വന്നു. വാതിലിൽ തട്ടി. പക്ഷെ ആരും തുറക്കുന്നില്ല. അവൻ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ തോന്നി. അവൻ വാതിൽ പതിയെ തള്ളി നോക്കി. വാതിൽ അടച്ചിട്ടില്ലല്ലോ. അങ്ങനെ അവൾ അടയ്ക്കാതെ ഈ സമയത്ത് ഇരിക്കാറുമില്ല. അവൻ അവളെ വിളിച്ചു. അവളെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ അവരുടെ മുറിയുടെ അരികിലിരുന്ന് കരയുന്ന അവളെയാണ് അവൻ കണ്ടത്. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എല്ലാം അവൾ പറഞ്ഞു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് മാറി നിന്നു. നീയും അവനും ഇത്രയും നാൾ എന്നെ
അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അവള് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ഫോണിന്റെ അലാറം അടിച്ചു. അവള് കണ്ണു തുറന്നു നോക്കി. അവൻ അടുത്തില്ല. അവളാകട്ടെ അന്ന് കസേരയിലിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അവള് പുറത്തു പോയി നോക്കിയപ്പോൾ അവൻ തിണ്ണയിൽ കിടന്നുറങ്ങുകയാണ്. അവള് ചെന്ന് അവന്റെ അടുത്തിരുന്ന് കരഞ്ഞു. പെട്ടെന്ന് കരയുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അവൻ കണ്ണു തുറന്നു. അവൾ അടുത്തിരുന്ന് കരയുകയാണ്. അവളെ ഇന്ന് വരെയും താൻ കരയിപ്പിച്ചിട്ടില്ല. ഇന്ന് അവൾ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. അതെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശ്. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾ വരുമ്പോൾ ഞാൻ വാതിലടക്കാഞ്ഞത്. അല്ലാതെ ഞാനും അയാളും തമ്മിൽ. അത്രയും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. അവൻ ദേഷ്യത്തിലാണ്. ഞാനല്ലാതെ മറ്റൊരാൾ തൊട്ട എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടമേ അല്ല. നീ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലും എനിക്ക് താല്പര്യമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അവൾക്കൊരു നിമിഷം പോലും അവനെ കാണാതെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു. എങ്കിലും അവൻ ഇഷ്ടമല്ല എന്നറിഞ്ഞതുകൊണ്ട് അവൾ പിന്നെ അവിടെ നിന്നില്ല. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇതിൽ ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവരുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്.